إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من تزكى وذكر اسم ربه فصلى സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധവും പരിപാവനവും മഹത്വപൂർണവുമായ ഒരു മാസം നമ്മോട് വിട പറയുകയാണ്. റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച സർവ മെമ്പറുകളിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദമാണിത്. പരിശുദ്ധ റമദാൻ നമ്മോട് വിട പറയുന്നു എന്ന ശബ്ദം. യഥാർത്ഥത്തിൽ റമദാൻ അല്ല വിട പറയുന്നത്, റമദാനിനോട് നമ്മളാണ് വിട പറയുന്നത്. റമദാൻ എല്ലാ വർഷവും നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കും. എന്നാൽ അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഉറപ്പില്ലാത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ട എല്ലാ നേട്ടങ്ങളും നന്മകളും നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന ആത്മവിചാരണയുടെ സമയമാണ്, ദിനങ്ങളാണ് ഇനിയുള്ള ദിനങ്ങൾ. റമദാൻ കൊണ്ട് ഏറ്റവും കൂടുതലായി പ്രധാനമായി നാം നേടിയെടുക്കേണ്ടിയിരുന്നത് തഖ്വയാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് കർമ്മങ്ങൾ സ്വീകരിക്കുക. പരിശുദ്ധ റമദാനിലെ
നോമ്പ് നിർബന്ധമാക്കിയതിന്റെ പിന്നിലെ ലക്ഷ്യവും തഖ്വ നേടിയെടുക്കുക എന്നത് തന്നെയായിരുന്നു. ഇതേ ലക്ഷ്യവുമായി മറ്റൊരു റമദാൻ കൂടി നമ്മിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ തഖ്വ നേടിയെടുത്തിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയം. സാധ്യമായിട്ടില്ല എന്ന തോന്നലാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളതെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്, കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, റമദാൻ വളരെ വേഗം നമ്മിലൂടെ കടന്നുപോയി എന്നതാണ്. 24 ദിനങ്ങൾ കടന്നുപോയത് നമ്മൾ അറിയില്ല. എത്ര പെട്ടെന്നാണ് ഓരോ റമദാനിന്റെ ദിനവും നമ്മിലൂടെ കടന്നുപോയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കാലം വേഗമാകുന്നത് അന്ത്യനാളിന്റെ ഖിയാമത്തിന്റെ അടയാളമാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يتقارب الزمان فتكون السنة كالشهر ويكون الشهر كالجمعة وتكون الجمعة كاليوم ويكون اليوم كالساعة وتكون الساعة كالظلمة من النار. لا تقوم الساعة അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ യതകാരബ സമാൻ, കാലം അടുത്തു വരുന്നതുവരേക്കും, കാലം അടുത്തു വരുന്നതുവരേക്കും ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഫതകൂനു സനതി കശഹരി, അങ്ങനെ വർഷങ്ങൾ മാസം പോലെയും, വയകൂനു ശഹ്റു കൽ ജുമഅത്തി, മാസങ്ങൾ ആഴ്ച പോലെയും, വതകൂനൽ ജുമഅത്ത് കല്ലൗമി, ആഴ്ചകൾ ദിവസങ്ങൾ പോലെയും, വയകൂനൽ ലൗമു കസ്സാഅ, ഒരു ദിവസം എന്ന് പറയുന്നത് 1 മണിക്കൂർ പോലെ ആയിത്തീരുന്നത് വരേക്കും അത്രത്തോളം കാലം കടന്നു പോകുക, കാലം വേഗത്തിൽ കടന്നു പോകുന്നത് വരേക്കും ലാ തകൂനു സ്സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. വതകൂന സ്സാഅതു കൽളുർമതി മിനന്നാർ, 1 മണിക്കൂർ എന്ന് പറയുന്നത് തീ കത്തിപ്പടരുന്നത് പോലെ അത് പെട്ടെന്ന് പോയി കളയും. അപ്പോ കാലം വേഗമാകുന്നത് ഖിയാമത്തിന്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ റമദാനിന്റെ പിന്നിട്ട ദിനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാനും, ഇനി നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഇനിയുള്ള ദിനങ്ങളെയെങ്കിലും ധന്യമാക്കി തീർക്കാൻ പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസത്തിലാണ് നമ്മൾ. ഇന്ന സയ്യിദ യൗമുൽ ജുമുഅ ഫസയ്യിദ അശ്ശുഹൂരി റമദാൻ, മാസങ്ങളുടെ നേതാവായ റമദാൻ, ആ റമദാൻ മാസത്തിലെ ദിവസങ്ങളുടെ നേതാവായ ജുമുഅ ദിവസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ റമദാനിന്റെ അവസാനത്തെ ആ ഒരു വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാനിന്റെ അവസാനം കുറിച്ച് ശവ്വാൽ മാസപ്പിറവി ദർശിക്കുന്നതോടുകൂടി പെരുന്നാൾ ദിവസം തൻ്റെയും തൻ്റെ ആശ്രിതരുടെയും ചിലവുകൾ കഴിച്ച് മിച്ചമുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാകുന്ന ദാനമാണ് ഫിത്ർ സക്കാത്ത്. അത് ധനികന് മാത്രമല്ല, കുറഞ്ഞ സാമ്പത്തികമായ അല്ലെങ്കിൽ കുറഞ്ഞ സമ്പത്തുള്ളവർ പോലും ഫിത്ർ സക്കാത്ത് നൽകേണ്ടി വരും. ഒരാൾ തൻ്റെയും താൻ ചെലവിന് നൽകുവാൻ ബാധ്യതപ്പെട്ടവരുടെയും സക്കാത്ത് നൽകണം. എന്താ ഫിത്ർ സക്കാത്തിന്റെ ലക്ഷ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. ഖാല ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ തഹറത്തുൽ ലിസ്സായിമി മിനൽ ലഅബി വറഫ്സി
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിക്കൊണ്ട് പറഞ്ഞു, തഹ്റത്തുൽ ലിസ്സായിമി മിനൽ ലഅ്വി വറഫ്സി, നോമ്പുകാരനിൽ വന്നിരിക്കുന്ന ചെറിയ വീഴ്ചകളെയും ചെറിയ പാപങ്ങളെയും ശുദ്ധീകരിക്കലാണ് സകാത്തുൽ ഫിത്റിന്റെ ലക്ഷ്യം. നമ്മുടെ നിർബന്ധമായ ഫർദ് നമസ്കാരം, ആ നമസ്കാരത്തിലുണ്ടാകുന്ന പോരായ്മകളും അതിലെ ന്യൂനതകളും പരിഹരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തായ നമസ്കാരങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നത്. നാളെ പരലോകത്ത് വരുമ്പോ നമ്മുടെ അക്കൗണ്ട് പരിശോധിക്കുമ്പോ ആ ഫർളായ നമസ്കാരത്തിന് അല്ലാഹു ചില പാകപ്പിഴവുകൾ കാണുന്നു, ചില അബദ്ധങ്ങൾ കാണുന്നു. അല്ലാഹു പറയും, ഇല്ല, ഈ അടിമയുടെ സുന്നത്ത് നമസ്കാരങ്ങൾ എടുത്തു നോക്കൂ. ആ നമസ്കാരങ്ങളെ വെച്ചുകൊണ്ട് ഈ അടിമ നിർവഹിച്ച ഫർദ് നമസ്കാരത്തെ, ആ ഫർദ് നമസ്കാരത്തിലെ ന്യൂനതകളെ പരിഹരിച്ചു കൊടുക്കൂ എന്ന് അല്ലാഹു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ പ്രിയപ്പെട്ടവരെ, നോമ്പിന് വന്നുപോയ പാകപ്പിഴവുകൾ, അബദ്ധങ്ങൾ, ചെറിയ ചെറിയ തെറ്റുകൾ, അതൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ ആ നോമ്പ് പരിപൂർണമായി സ്വീകരിക്കപ്പെടാൻ അനാവശ്യങ്ങളിൽ നിന്നും അസഭ്യങ്ങളിൽ നിന്നുമുള്ള നോമ്പുകാരന്റെ ശുദ്ധീകരണമാണ് ഫിത്ർ സക്കാത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവന്റെ ആ ദിവസത്തെ ആഹാരവും, നോമ്പിൽ സംഭവിച്ച തെറ്റുകൾക്കും കുറവുകൾക്കുമുള്ള പ്രായശ്ചിത്തവും ശുദ്ധീകരണവുമാണ് ഫിത്ർ സക്കാത്ത്. അതുപോലെ ദരിദ്രർക്കുള്ള ആശ്വാസവുമാകുന്നു ഫിത്ർ സക്കാത്ത്. അപ്പൊ അതാണ് ഫിത്ർ സക്കാത്തിന്റെ ലക്ഷ്യം. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ഖദ് അഫ്ലഹ മൻ തസക്ക, ആരാണോ തങ്ങളുടെ മനസ്സുകളെ സംസ്കരിച്ചവൻ, അവൻ വിജയിച്ചിരിക്കുന്നു. വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ, നമസ്കരിക്കുകയും തന്റെ റബ്ബിനെ വാഴ്ത്തുകയും ചെയ്തവനാരോ അവൻ വിജയിച്ചിരിക്കുന്നു. ഈ ആയത്തിന്റെ വിശദീകരണത്തിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ആയത്ത് ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിലാണ് അവതരിച്ചത്. അത് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബി ഫസല്ലാ എന്ന ആയത്ത് ഓതിക്കൊണ്ട് ഫിത്ർ സക്കാത്ത് നൽകുവാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബികൾ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അപ്പൊ സക്കാത്തുൽ ഫിത്ർ നിർബന്ധമായ ദാനമാണ്. അതിന്റെ സമയം എത്ര? ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ അൽ ഫിത്ർ എന്ന വാക്കിന്റെ അർത്ഥം നോമ്പ് അവസാനിപ്പിക്കുക എന്നാണ്. അപ്പൊ നോമ്പിന്റെ അവസാന ദിവസം, റമദാനിന്റെ അവസാന ദിവസം സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി, അതാണ് സക്കാത്തുൽ ഫിത്റിന്റെ സമയം. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം പെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാകുന്നു. ആളുകൾ നമസ്കാരത്തിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പായി അവരോട് സക്കാത്തുൽ ഫിത്ർ നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ടവരെ, പെരുന്നാളിന്റെ ഒരു ദിവസമോ ഒന്നോ രണ്ടോ ദിവസമോ മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട്ടൽ അനുവദനീയമാണ്. അത് ശേഖരിക്കാം. ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് അവകാശികളെ കണ്ടെത്തി നൽകല് നമുക്ക് സൗകര്യമാണ്. അതും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഒന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് അത് വിതരണം ചെയ്യുന്നതിന്, കൊടുത്തു വീട്ടുന്നതിന്, കൊടുക്കുന്നതിന് വിരോധമില്ല. അങ്ങനെ സഹാബികൾ ചെയ്തിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം നൽകിയാലോ അത് ഫിത്ർ സക്കാത്തായി പരിഗണിക്കപ്പെടുകയില്ല. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ മൻ അദ്ദാഹ ഖബല സ്വലാത്തി ഫഹിയ സക്കാത്തും മഖ്ബൂല. ആരെങ്കിലും അത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി നൽകിയാൽ ഫഹിയ സക്കാത്തും മഖ്ബൂല, അത് സ്വീകാര്യോഗ്യമായി സക്കാത്തായി പരിഗണിക്കപ്പെടും. വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി ഫഹിയ സദഖത്തും മിനസ് സദഖാത്ത്.
അത് നമസ്കാരത്തിന് ശേഷമാണോ നൽകുന്നത്, സാധാരണ നൽകുന്ന ഒരു സ്വതക്കയായി മാത്രമേ അത് പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പോ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി നൽകിയാലേ അത് ഫിത്ർ സക്കാത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. എത്ര കൊടുക്കണം നമുക്കറിയാം. ഒരു നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഭക്ഷ്യവസ്തുവാണ് നൽകേണ്ടത്. ഒരു സാ ആണ് നൽകേണ്ടത്. ഒരു സാ എന്ന് പറയുമ്പോൾ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒരു 2.5 കിലോ അല്പം, 2.5 കിലോ. നമ്മുടെ നാട്ടിലെ അരിയാണെങ്കിൽ 2.5 കിലോ, അതാണ് നമ്മൾ സക്കാത്തായി നൽകേണ്ടത്. ആർക്ക് നൽകണം? മുസ്ലിം സമൂഹത്തിലെ സാധുക്കൾക്കാണ് അത് നമ്മൾ നൽകേണ്ടത്. സഹോദരങ്ങളെ, അപ്പൊ ഫിത്ർ സക്കാത്താണ് റമദാനിന്റെ അവസാനം കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നമുക്ക് ചെയ്യാനുള്ള നിർബന്ധമായ ഒരു ഇബാദത്ത് എന്ന് പറയുന്നത്. ആ ഫിത്ർ സക്കാത്തിന്റെ എല്ലാ വർഷത്തതും പോലെ സംഘടിതമായി ശേഖരിച്ച് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ശേഖരിക്കാനും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനും സൗകര്യം എന്ന നിലയ്ക്ക് എല്ലാവരും ഇന്ന് തന്നെ ആ ഫിത്ർ സക്കാത്ത് ഒരു വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഇവിടെ നിശ്ചയിച്ച 150 രൂപ, അത് നിസ്കാരത്തിന് ശേഷം ഇവിടെ കൗണ്ടറുണ്ട്, അത് പ്രത്യേകം നൽകണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇനി ശ്രദ്ധിക്കാനുള്ള മറ്റൊരു സംഗതി, ഇത് നമ്മൾ പെരുന്നാളിലേക്കാണ്. 25 എത്തിയാൽ പിന്നെ നമുക്കിനി നോമ്പിനെ കുറിച്ചുള്ള ചർച്ച, പെരുന്നാൾ ആഘോഷത്തെ കുറിച്ചുള്ള ചർച്ചയിലാണ് എല്ലാവരും. അപ്പൊ പെരുന്നാൾ നമസ്കാരത്തിന് കടന്നു പോകുന്ന എത്തിപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർക്ക് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആഘോഷിച്ചിരുന്ന ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചില ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ അബ്ദലക്കും ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമുൽ അദ്ഹ വ യൗമുൽ ഫിത്ർ. ഇതിന് പകരമായി നിങ്ങൾക്ക് ആഘോഷിക്കാൻ ഇതാ ഞാൻ 2 ആഘോഷങ്ങൾ നൽകുന്നു. ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അദ്ഹ. അള്ളാഹു കനിഞ്ഞ് അനുഗ്രഹിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ 2 ആഘോഷങ്ങളേ ഉള്ളൂ, ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. മുസ്ലിം നാമധാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ആഘോഷങ്ങളുണ്ട്. അവർക്ക് വർഷം മുഴുവൻ ഓരോരോ ആഘോഷങ്ങളാണ്. വിശ്വാസികളായ നമുക്ക് അള്ളാഹു അനുവദിച്ച് നൽകിയത് 2 ആഘോഷമാണ്. ഒന്ന് ചെറിയ പെരുന്നാൾ, അത് വലിയ പെരുന്നാൾ. ഇത് 2 ശരിക്ക് നമ്മൾ ആഘോഷിക്കുക തന്നെ വേണം. അനുവാദം നൽകപ്പെട്ടതാണ്. പക്ഷേ അതിര് കവിയാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത് ഹറാമുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അതിനെയും കടത്തി വെട്ടുന്ന രൂപത്തിലാകാതിരിക്കാനുള്ള സൂക്ഷ്മത നമ്മളിൽ നിന്നുണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, പെരുന്നാൾ സുദിനത്തിൽ ഒരു വിശ്വാസി ചെയ്യേണ്ട ഒരുപാട് സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ സുന്നത്തി എന്ന് പറയുന്നത് കുളിക്കുക എന്നതാണ്. അന്നാഫി റളിയല്ലാഹു അൻഹു കാന യഅ്തസിലു യൗമൽ ഫിത്രി ഖബല അൻ യഅദു ഇലൽ മുസല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിവസം മൈതാനത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി കുളിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് കുളിയെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എല്ലാ ദിവസവും കുളിക്കണം. ആ മനുഷ്യൻ ചോദിച്ചു, അതല്ല, സുന്നത്തായ കുളിയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജുമാ ദിവസം, അറഫാ ദിവസം, ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ ദിവസം കുളിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. അപ്പോ നമ്മൾ ആ നീയത്തോടു കൂടിയായിരിക്കണം കുളിക്കേണ്ടത്. ആ സുന്നത്ത് ലഭിക്കണമെങ്കിൽ ഇന്നത്തെ ദിവസം ഈദുൽ ഫിത്തറിന്റെ ദിവസം കുളിക്കൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്താണ്. ആ നീയത്തോടു കൂടിയായിരിക്കണം നമ്മൾ കുളിക്കേണ്ടത്. 2, നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് സുന്നത്താണ്. പെരുന്നാൾ നമസ്കാരത്തിനായി നമ്മൾ പോകുമ്പോൾ ഉള്ളതിൽ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോകേണ്ടത്. പുതിയ വസ്ത്രം ധരിക്കുന്നത് സുന്നത്താണ്. കഴിവില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉള്ളത് നല്ലത്, അല്ലാത്തവരോ ഏറ്റവും പുതുവസ്ത്രം ധരിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങാടിയിൽ നിന്ന്
പ്രവാചകന് വേണ്ടി ഒരു ജുബ്ബ എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഇത് നിങ്ങൾ വാങ്ങിക്കണം. പെരുന്നാളിന് നിവേദക സംഘങ്ങളെ സ്വീകരിക്കുന്നതിനും വേണ്ടി അങ്ങേക്ക് ഈ വസ്ത്രം കൊണ്ട് ഒരുങ്ങാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജുമാ ദിവസത്തിൽ, അതുപോലെ പെരുന്നാൾ ദിവസത്തിൽ, അതുപോലെ ശ്രേഷ്ഠമായ ചില ദിവസങ്ങളിലൊക്കെ സാധാരണ ധരിക്കുന്നതിൽ വ്യത്യസ്തമായി പ്രത്യേകമായ ചില വസ്ത്രങ്ങൾ, പ്രത്യേകമായ ചില വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെരുന്നാളുകളിലും പുറത്തിറങ്ങുമ്പോൾ തന്റെ വസ്ത്രങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളത് പ്രവാചകൻ ധരിക്കുമായിരുന്നു. അപ്പോ പെരുന്നാൾ ദിവസം പുതുവസ്ത്രം സ്വീകരിക്കുക. സഹീഹുൽ ബുഖാരിയിൽ ഹെഡിങ് കാണാം, പെരുന്നാൾ ദിവസം ബാബു തജക്കുരി ഫീഹിമ, ആ ദിവസം പുതുവസ്ത്രം, ഏറ്റവും അലങ്കാരമുള്ള വസ്ത്രം ധരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യൽബസു യൗമൽ ഈദി ബിറദ്ദത്തിൻ ഹംറാ, പെരുന്നാൾ ദിവസം ഒരു ചുവപ്പ് വസ്ത്രമായിരുന്നു പ്രവാചകൻ ധരിച്ചിരുന്നത്. അപ്പൊ മൊത്തത്തില് വെള്ള വസ്ത്രമാണ് സുന്നത്ത എങ്കിലും പെരുന്നാൾ 2 ദിവസങ്ങളിൽ വെള്ള വസ്ത്രം സുന്നത്തില്ല. അന്ന് ഒന്ന് കളർ വസ്ത്രം, അല്ലെങ്കിൽ വരയുള്ള ലൈനുള്ള അങ്ങനത്തെ ചെക്ക്, ആ രൂപത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 3ാമത്തെ സുന്നത്ത് സുഗന്ധം പൂശുക. പെരുന്നാൾ ദിവസം നമസ്കാരത്തിന് പുറപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സുന്നത്തിൽ പെട്ടതാണ് സുഗന്ധം പൂശുക എന്നുള്ളത്. അതുപോലെ 4ാമത്തെ സുന്നത്ത് ഭക്ഷണം കടിച്ചുകൊണ്ട്, അത് ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യതഅമ വലാ യതഅമു യൗമൽ അദ്ഹ ഹത്താ യുസല്ലി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്തറിലേക്ക് മുസല്ലായിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കടിച്ചുകൊണ്ടേ പോകുമായിരുന്നു. ചെറിയ തോതിലെങ്കിലും എന്തെങ്കിലും അല്പം, അല്ലെങ്കിൽ കാരക്കയെങ്കിലും ഈത്തപ്പഴമെങ്കിലും കഴിച്ചുകൊണ്ട് ആ സുന്നത്ത് നമ്മൾ എടുക്കണം. ഈദ്ഗാഹിലേക്ക് പോകാവൂ. അതാണ് പ്രവാചകന്റെ സുന്നത്ത്. അത് ഈത്തപ്പഴമാകുമ്പോൾ, കാരക്കയാകുമ്പോൾ 1 അല്ലെങ്കിൽ 3, 5 ആ രൂപത്തിൽ ഒറ്റയായിട്ടായിരിക്കണം കഴിക്കേണ്ടത്. അത് പ്രവാചകന്റെ സുന്നത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നു. 5ാമത്തത് തക്ബീർ ചൊല്ലുക. മാസപ്പിറവി ദർശിച്ചത് മുതൽ, ആ മഗ്‌രിബ് മുതൽ തുടങ്ങി പെരുന്നാൾ നമസ്കാരം കഴിയുന്നതോടുകൂടി ഈദുൽ ഫിത്തർ ദിവസത്തെ തക്ബീറുകൾ അവസാനിക്കുന്നു. അത് കൂട്ടമായി തക്ബീർ ചൊല്ലി ഒരുമിച്ച് സംഘമായി ഈദ്ഗാഹിലേക്ക് വരലാണ് സുന്നത്തി എന്ന് നമുക്ക് കാണാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ തക്ബീറുകൾ ഉച്ചത്തിലായിരിക്കണം ചൊല്ലേണ്ടത് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് ഹദീസുകൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. സഹാബത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആളുകളെയും കൂട്ടി ഉച്ചത്തിലതായി ഈദ്ഗാഹിലേക്ക് വരുന്ന രംഗം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തക്ബീറിന്റെ രൂപം നമുക്കറിയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. അല്ലാഹു 2 പ്രാവശ്യം പറഞ്ഞതായി ഹദീസിലുണ്ട്, 3 പ്രാവശ്യം പറഞ്ഞതായി ഹദീസിലുണ്ട്. അതാണ് തക്ബീറിന്റെ രൂപം. അതുപോലെ ഈദ്ഗാഹുകളിലേക്ക് പരമാവധി നേരത്തെ പോകുക എന്നുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ ഉദിച്ചാൽ മുസല്ലയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലെത്തുമ്പോൾ ജനങ്ങൾ അവിടെ സന്നിഹിതരായിരിക്കും. നബിയേക്കാൾ അല്പം മുമ്പ് സഹാബികളെല്ലാം തന്നെ പ്രവാചകനെ പ്രതീക്ഷിച്ചുകൊണ്ട് മുസല്ലയിൽ ഇരിക്കാറുണ്ടായിരുന്നു. അവർ തക്ബീർ മുഴക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഇമാമിന് താമസിച്ചു വന്നാൽ മതി, മറ്റുള്ളവരോ നേരത്തെ തന്നെ മുസല്ലയിലേക്ക് പോകണം. അതാണ് പ്രവാചകന്റെ സുന്നത്തി എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹിൽ നിർവഹിക്കുക. ഈദ്ഗാഹിലാണ് സുന്നത്തി എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ നമസ്കാരത്തിന് ശേഷമുള്ള ഖുത്ബ ശ്രവിക്കുക എന്നുള്ളത് സുന്നത്താണ്. അതുപോലെ വരുന്ന വഴിയും പോകുന്ന വഴിയും 2ആയിരിക്കുക എന്നുള്ളത് പ്രവാചകന്റെ മറ്റൊരു സുന്നത്താണ്. കഴിയുന്ന ആളുകൾ നടന്നു പോവുക എന്നുള്ളത് സുന്നത്താണ്. വാഹനത്തിൽ പോകൽ അനുവദനീയമാണ്. എന്നാൽ ഒരുപടി ഏറ്റവും ശക്തമായ സുന്നത്ത് ഈദ്ഗാഹിലേക്ക് നടന്നു വരിക. ആ നടന്നു വരുന്ന വഴിയും തിരിച്ചു പോകുന്ന വഴിയും 2ആവുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയായിരുന്നു, സുന്നത്തായിരുന്നു എന്ന് ഹദീസ് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അവസാനത്തെ ഒരു സുന്നത്ത്, അവിടെ ഒരു പിരിവുണ്ടാകും. എവിടെ പിരിവ് വേണമല്ലോ. ഈദ്ഗാഹിലും ഒരു പിരിവ് പ്രത്യേക സുന്നത്താണ്. അത് നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പെരുന്നാൾ ദിവസം 2 റക്അത്ത് നമസ്കരിച്ചു. അതിന്റെ മുമ്പും അതിന്റെ ശേഷവും നബി സുന്നത്ത് നമസ്കരിച്ചിട്ടില്ല. ശേഷം സ്ത്രീകളുടെ അടുത്ത് വന്ന് ധർമ്മം ചെയ്യാൻ അവരോട് കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. സ്ത്രീകൾ അവരുടെ കയ്യിലുള്ള കാതിലുള്ളതും കഴുത്തിലുള്ളതും ആ വിരിപ്പിലേക്ക് അല്ലെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ആ വിരിപ്പിലേക്ക് ഇട്ടിരുന്നു എന്ന് സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് അതിന് തയ്യാറായി തന്നെ നമ്മളൊക്കെ വരണം, സ്ത്രീകളും പുരുഷന്മാരൊക്കെ. പെരുന്നാൾസ്കാരം കഴിയുന്നതോടുകൂടി ആ ഒരു കളക്ഷൻ ഈദ്ഗാഹിലെ പിരിവ് പ്രത്യേക സുന്നത്തായി ഹദീസുകൾ നമ്മൾ പഠിപ്പിക്കുന്നു. അതുപോലെ കഴിഞ്ഞാൽ പെരുന്നാൾ സുദിനത്തിൽ പരസ്പരം ആശംസകൾ കൈമാറുക. ഈദ് മുബാറക്, ഈദ് ആശംസകൾ പറയുന്ന തെറ്റെന്നല്ല, മറിച്ച് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, എന്നിൽ നിന്നും നിന്നിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന സുന്നത്തായ പ്രാർത്ഥന അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ മുസല്ലയിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കുക, അതും പ്രവാചകന്റെ സുന്നത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറയപ്പെട്ട സുന്നത്തുകൾ ഹയാത്താക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈദ് നമസ്കാരം ഈദ്ഗാഹിലാവുക, അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഈദ് മുസല്ലയിൽ ചെന്ന് നമസ്കരിക്കുക എന്നതാണ് പ്രവാചകന്റെ ചര്യ സുന്നത്ത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഈ ഒരു പള്ളിയുടെ കീഴിൽ ആദ്യമായി നമ്മുടെ വിഴിഞ്ഞത്ത് ഈദ്ഗാഹ് ആരംഭിക്കുക. തൊട്ടടുത്ത് ഉള്ള ഗ്രൗണ്ടിലാണ് നമ്മൾ നമസ്കരിക്കുന്നത്. 7:15 നമ്മുടെ നമസ്കാരം ആരംഭിക്കുക. നമ്മളെല്ലാവരും കുടുംബസമേതം എല്ലാവരും നേരത്തെ തന്നെ ഈദ്ഗാഹിലേക്ക് എത്തിച്ചേരുക. നമ്മുടെ അയൽവാസികളെ, നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ ഈ വിഷയം അറിയിക്കുക. എല്ലാവരും ഈ പ്രചരണം കൊടുക്കുക. എന്നിട്ട് എല്ലാവരെയും ഈദ്ഗാഹിലേക്ക് ക്ഷണിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താറുള്ളത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ്ഗാഹിലല്ലാതെ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുക, പെരുന്നാൾ നിസ്കാരം പള്ളിയിലില്ല, അങ്ങനെ ഒരു ഹദീസും വന്നിട്ടില്ല. ഒറ്റ ഹദീസുമില്ല. പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ നിർവഹിക്കൂ എന്ന് പറഞ്ഞ ഒരു ഹദീസും നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം പള്ളിയിൽ നിസ്കരിച്ചു എന്ന ഹദീസ് കാണാം. എപ്പോ? അതിന്റെ ബാക്കി ഭാഗത്ത് മഴയുള്ളപ്പോ. ആ ഹദീസിന് ലഈഫാണ് എന്നാണ് പണ്ഡിത ലോകം അല്ലെങ്കിൽ ഹദീസ് പണ്ഡിതന്മാർ ആ ഹദീസിനെ കുറിച്ച് തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, പെരുന്നാൾ നമസ്കാരം എവിടെയാണ് നിർവഹിക്കേണ്ടത്? ഈദ്ഗാഹിലായിരിക്കണം. ആ ഒരു സുന്നത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് പ്രഭാതത്തിൽ പുറപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ഒരു വടി നാട്ടുകയും അതിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ നമസ്കരിക്കും. സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ഹദീസ. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, യഖ്റുജു യൗമൽ ഫിത്രി വൽ അദ്ഹാ ഇലൽ മുസല്ല. 2 പെരുന്നാൾ നമസ്കാരത്തിന് പ്രവാചകൻ ഈദ്ഗാഹിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് പോകാറുണ്ടായിരുന്നു. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസം മുസല്ലയിലാണ് നമസ്കരിച്ചിരുന്നത്. മുസല്ല എന്നത് മദീനയിലേക്കുള്ള കവാടമാണ്, വാതിലാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നു, മദീനയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ മുസല്ലയിലേക്ക് പുറപ്പെട്ടിരുന്നു എന്ന് എനിക്കിതാ വിവരം എത്തിയിരിക്കുന്നു. പ്രവാചകന് ശേഷവും അങ്ങനെ തന്നെ ആയിരിക്കണം. മക്കക്കാർ ഒഴിച്ച് ബാക്കി എല്ലാ നാട്ടുകാരും അപ്രകാരം തന്നെയായിരുന്നു. മുൻഗാമികളാരും അവരോടൊപ്പം അവരുടെ പള്ളിയിലല്ലാതെ നമസ്കരിച്ചതായി നമുക്ക് വിവരം എത്തിയിട്ടില്ല. ഇമാം ഇബ്നു ഖുദാമ അൽ ഹംബലി റഹ്മത്തുള്ളാഹി പറഞ്ഞു, പെരുന്നാൾ നമസ്കാരം മുസല്ലയിൽ വെച്ചാണ് സുന്നത്ത്. അങ്ങനെ ചെയ്യാനാണ് സഹാബികൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്.
അല്ലാമ ഇബ്നുൽ ഹാജ് അൽ മാലിക്കി റഹ്മത്തുള്ളാഹി പറഞ്ഞു, രണ്ടുപേരും 4 നമസ്കാരങ്ങൾ മുസല്ലയിൽ വെച്ചാകുക എന്നതാണ് പ്രവാചകന്റെ സുന്നത്ത്. മസ്ജിദുൽ ഹറം ഒഴികെ മറ്റ് ഏതൊരു പള്ളിയിലും വെച്ച് നമസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി ശ്രേഷ്ഠമായ മസ്ജിദുൻ നബവിയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാതെ ആ പള്ളി ഒഴിവാക്കിക്കൊണ്ട് ഈദ മുസല്ല തിരഞ്ഞെടുത്തുവെങ്കിൽ അതിന്റെ ശ്രേഷ്ഠത എത്രത്തോളമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് മഹാനായ അല്ലാമ ഇബ്നുൽ ഹാജ് റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഈദ് മുസല്ലയിലേക്ക് പുരുഷന്മാർ മാത്രമല്ല കുടുംബസമേതം സ്ത്രീകളടക്കം വരണം. എത്രത്തോളം ആർത്തവകാരികളായ സ്ത്രീകളോടും ഈദ്ഗാഹിലേക്ക് വരാൻ അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചതായി സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാം. എന്തേ പള്ളിയിലേക്കാണെങ്കിൽ ആർത്തവകാരികൾക്ക് വരാൻ പറ്റുമോ? ഇല്ല. പ്രവാചകൻ പറഞ്ഞു, അവരും ആഘോഷിക്കണം, അവരും സന്തോഷിക്കണം, അവരും ഈദ്ഗാഹിന് വരണം. എന്നിട്ടോ പ്രാർത്ഥനാ സമയത്ത് നമസ്കാരത്തിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവരേർപ്പെടട്ടെ. നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കട്ടെ. അവർക്കും ഈദ്ഗാഹിൽ വന്ന് നമ്മളെപ്പോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കാനുള്ള സംവിധാനം ആർത്തവകാരികൾക്ക് വരെ അള്ളാഹുവിന്റെ റസൂല് വകവെച്ചു കൊടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മളറിയുക ഈദ്ഗാഹ് മാത്രമാണ് സുന്നത്തി എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ആർത്തവകാരികളായ സ്ത്രീകളെയും യുവതികളെയും അന്തപുരങ്ങളിൽ ഇരിക്കുന്ന സ്ത്രീകളെയും ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ ആർത്തവകാരികൾ മുസ്ലിങ്ങളുടെ സംഘത്തിലും അവരുടെ പ്രാർത്ഥനകളിലും പങ്കെടുക്കും. നമസ്കാര സമയത്ത് നമസ്കാര സ്ഥലത്ത് നിന്ന് അവർ അകന്നു നിൽക്കും. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 981 നമ്പർ ഹദീസാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു, ഈ ഹദീസിൽ സ്ത്രീകൾ 2 പെരുന്നാളിന് പുറപ്പെടൽ നല്ലതാണെന്നുണ്ട്. ഇവിടെ യുവതികളും അല്ലാത്തവരും സൗന്ദര്യമുള്ളവരും ഇല്ലാത്തവരും സമമാകുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, 2 പെരുന്നാളുകളിലും മസ്ജിദുൻ നബവി ഒഴിവാക്കി മദീനയുടെ കവാടത്തിന്റെ അടുത്തുള്ള മൈതാനിയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. അതാണ് സുന്നത്തി എന്ന് മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നു. മഹാനായ മുഹദ്ദിസ് ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പെരുന്നാൾ നമസ്കാരം മൈതാനത്ത് നടത്തുകയാണ് ഏറ്റവും ഉത്തമം. കാരണമില്ലാതെ പള്ളിയിൽ നടത്തുന്നത്, പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്നത് വെറുക്കപ്പെട്ടതാണ്, മക്റൂഹാണ് എന്ന് പഠിപ്പിക്കുന്നത് മഹാനായ ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾ പങ്കെടുക്കുന്നതിലും വിരോധമില്ല. മഹാനായ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി പറഞ്ഞു, പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹിലാണ് നിർവഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിക്ക് ശേഷം ഖലീഫമാരും അങ്ങനെയാണ് ചെയ്തത്. മസ്ജിദുൻ നബവി അടുത്ത് തന്നെയായിട്ടും അത് ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ആ മസ്ജിദുൻ നബവിയിലെ നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് വിദൂരത്തുള്ള തന്റെ ഉമ്മത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർബന്ധമാക്കുമ്പോ അതിന്റെ ശ്രേഷ്ഠത എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മഹാനായ രണ്ടാനുമറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ശാഫി രേഖപ്പെടുത്തുന്നു, ഉമർ ബിൻ അബ്ദുൽ അസീസ് മദീനയിലെ ഗവർണറായ തന്റെ മകന് കത്തെഴുതി, പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചാൽ നീ മുസല്ലയിലേക്ക് പുറപ്പെടണമെന്ന്. നബിയുടെ പള്ളിയായിരുന്നിട്ടും മറ്റു പള്ളികളെക്കാൾ അനേകം ഇരട്ടി പ്രതിഫലമുണ്ടായിട്ടും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ മകനോട് മുസല്ലയിലേക്ക് പുറപ്പെടാനാണ് കത്തെഴുതിയിരിക്കുന്നത്. മാത്രമല്ല, ആയിരക്കണക്കിന് താബീകൾ പങ്കെടുത്ത മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി വെള്ളിയാഴ്ചത്തെ ഖുത്ബയിൽ ശനിയാഴ്ചയിലെ ഈദുൽ ഫിത്തറിന് പള്ളിയിലേക്ക് വരേണ്ടതില്ല, നിങ്ങൾ ഈദ് മുസല്ലയിലേക്ക് ഈദ്ഗാഹിലേക്ക് വരണമെന്ന് ആഹ്വാനം ചെയ്തതായും ചരിത്രം പഠിപ്പിക്കുന്നു, ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു അലായിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, വെള്ളിയാഴ്ച മിമ്പറിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കേട്ടു, നാളെ ഈദുൽ ഫിത്തറാണ്, അതിനാൽ നിങ്ങൾ ഈദ് മുസല്ലയിലേക്ക് വരണം, അതാണ് പ്രവാചകന്റെ സുന്നത്ത് എന്ന്. സഹോദരങ്ങളെ, ഹദീസുകൾ ഒരുപാടുണ്ട്, 100 കണക്കിന് ഹദീസുകൾ. ആ ഹദീസിനെ വിശദീകരിച്ച 100 കണക്കിന് പണ്ഡിതന്മാർ. എന്തിനു വിശദീകരിക്കണം? ഒക്കെ ഈ പറയപ്പെട്ട ഉദ്ധരണികളിൽ നിന്ന്
ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യം, ഈദ്ഗാഹിലാണ് പെരുന്നാൾ നമസ്കരിക്കേണ്ടത്. അതാണ് സുന്നത്ത്. പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം വെറുക്കപ്പെട്ടതാണ് എന്ന വിഷയത്തിലാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന മുഴുവൻ ആളുകളും നേരത്തെ തന്നെ കുടുംബസമേതം ഭാര്യയും മക്കളും അയൽവാസികളും കുടുംബക്കാരും എല്ലാവരെയും കൂട്ടി ഈദ് മുസല്ലയിലേക്ക് തക്ബീർ ചൊല്ലിക്കൊണ്ട് പരമാവധി ഏറ്റവും നേരത്തെ തന്നെ എത്തിച്ചേരുക. 7:15 ഇൻഷാ അല്ലാഹ് നമ്മുടെ പെരുന്നാൾ നമസ്കാരം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ സമയം മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ ഈ ഒരു വാർത്ത നമ്മുടെ വിടില്ലത്ത് നമ്മൾ ഈ സുന്നത്തായ കർമ്മം ആദ്യമായിട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്തിന് നമ്മളിപ്പോ തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് ആ തുടക്കം ശരിയാകണം. അതുകൊണ്ട് മുഴുവൻ ആളുകളെ ക്ഷണിക്കുകയും ഈ ഒരു വിവരം ഈദ്ഗാഹിന്റെ സുന്നത്ത് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൂടി കൂട്ടിക്കൊണ്ടുവരാൻ ഇരിക്കുന്നു ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നാളെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും അബദ്ധത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അർഹമർ റഹീമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ പെരുന്നാളിലേക്ക് കിടക്കുമ്പോൾ ആ പെരുന്നാൾ ആഘോഷം പോലും ആഘോഷിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ പലസ്തീന്റെ മണ്ണിൽ, ഒസയുടെ മണ്ണിൽ, മറ്റു ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ അർത്ഥത്തിലും മുസ്ലിം ഉമ്മത്തിന് ഐക്യവും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നാം ചെയ്ത നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ എല്ലാ ഇബാദത്തുകളും, നമസ്കാരവും നോമ്പും സക്കാത്തും എന്താ സദക്കയും ഈ റമദാനിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും പടച്ച തമ്പുരാൻ നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. സ്വീകരിക്കപ്പെടുന്ന അമലുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു പ്രയാസപ്പെടുന്ന രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, കുടുംബങ്ങൾ, ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾ, പലരും വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അവരുടെ എല്ലാം രോഗങ്ങളിൽ ഷാഫിയായ റബ്ബ് എത്രയും പെട്ടെന്ന് ശിഫ നൽകി ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളോടൊപ്പം ഈ പെരുന്നാൾ ആഘോഷിക്കാനുള്ള അവസരം അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أحينا كتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا يا حي يا قيوم. اللهم إنك عفو تحب العفو فاعف عنا. ربنا
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.